ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ സോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹോം മെയ്ഡ് ജാമിനെ കുറിച്ചാണ്. വളരെ സിമ്പിളായി ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഓറഞ്ച് ജാം തയ്യാറാക്കാം. ലെമൺ, ഷുഗർ, ഓറഞ്ച് ഈ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ 3 ഓറഞ്ച് ഉപയോഗിച്ചാണ് ജാം തയ്യാറാക്കാൻ പോകുന്നത്. ഓറഞ്ചിൻ്റെ തൊലിയും കുരുവും കളഞ്ഞ് നമുക്ക് ഇതിനെ ജ്യൂസാക്കി മാറ്റണം. കുരു ഏകദേശമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലൊക്കെ പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, അപ്പോൾ നമുക്ക് പിന്നീട് മാറ്റിക്കളയാം. ഇനി ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് ജ്യൂസാക്കി മാറ്റാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഓറഞ്ചിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാൻ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് കുറുകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒരു ജാം മെത്തേഡിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ ഇത് ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടാണ് ഈ ഒരു ലെവലിലെത്തിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓറഞ്ചൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ജാം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് നമുക്ക് കുറുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഏകദേശം ഇത് കുറുകി ജാം മെത്തേഡിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അടപ്പുള്ള പാത്രത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ബാക്ടീരിയാസ് ഒന്നും വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക ജാമുകളിലും നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ജാമായി കിട്ടിയിട്ടുണ്ട്. അതേ രുചിയും അതേ ഒരു മെത്തേഡിലും നമ്മൾ ഒന്നും കൂടെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ തിക്കായി കിട്ടും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.